എമ്പുരാൻ കണ്ടവരും കാണാത്തവരും. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുൻപ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിരുന്നു തിരക്ക്. ഇന്നാണെങ്കിൽ വെട്ടേറ്റ എമ്പുരാൻ വരുന്നതിന് മുൻപ് കാണാനുള്ള തിരക്കാണ്. നിങ്ങൾ ഇതുവരെ എമ്പുരാൻ കണ്ടിട്ടില്ല, ഇനിയാണ് കാണാൻ പോകുന്നതെങ്കിൽ, അതായത് നാളെയാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോകുന്നതെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് മിസ്സാകും എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എഡിറ്റഡ് എമ്പുരാനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളതെന്ന് നോക്കാം. അതായത് മൊത്തം സിനിമ 2 മണിക്കൂർ 59 മിനിറ്റാണുള്ളത്. അതിൽ നിന്ന് 3 മിനിറ്റ് കുറയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മാറ്റം, അതായത് ഈ സംഘപരിവാർ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റാണ്. ആ 20 മിനിറ്റിലാണ് ഗുജറാത്ത് കലാപം കാണിക്കുന്നത്. ഈ 20 മിനിറ്റും ഒഴിവാക്കണമെന്നാണ് ആവശ്യമുണ്ടായിരുന്നത്. പക്ഷേ അതാണ് ഈ 3 മിനിറ്റ് ആക്കി കുറച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഗർഭിണിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്, അത് നീക്കം ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വില്ലന്റെ പേരായിരുന്നു. വില്ലന്റെ പേര് ബജ്രംഗി എന്നാണ്. ഒന്നെങ്കിൽ ആ പേര് മാറ്റും, അല്ലെങ്കിൽ ആ ഭാഗം അത് മ്യൂട്ട് ചെയ്യും. അതോടൊപ്പം അടുത്ത മാറ്റം ഇന്ത്യയിൽ എന്തായാലും ഇനി എല്ലായിടത്തും എഡിറ്റഡ് വേർഷൻ ആയിരിക്കും കാണുക. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ വേറെ തന്നെ സെൻസറിംഗ് ആണ്. അതുകൊണ്ട് അത് മാറ്റുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതോടൊപ്പം സിനിമയിൽ ഒരു ഭാഗത്ത് അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ വരുന്നൊരു വാഹനമുണ്ട്. ആ വാഹനത്തിന്റെ മുൻപിൽ NIAയുടെ ഒരു ലോഗോയുണ്ട്. ആ ലോഗോയും മാറ്റും. അങ്ങനെ ഇതൊക്കെയാണ് സിനിമയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ. ഈ സിനിമയെ എതിർക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപമാണ്. അത് ഏകദേശം ആദ്യം പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് ദൈർഘ്യമുണ്ട്. വെട്ടിമാറ്റുന്നത് നോക്കൂ, വെറും 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റ് മാറ്റിയാൽ ഈ പ്രതിഷേധിക്കുന്നവരുടെ, വിമർശിക്കുന്നവരുടെ എല്ലാം എതിർപ്പ് തീർന്നു. ഈ പ്രീ ബുക്കിംഗ് തുടങ്ങിയ സമയത്ത് മുതൽ ട്രെൻഡിങ് ആണ് ബുക്ക് മൈ ഷോയിലടക്കം ഈ സിനിമ. ഇപ്പം മണിക്കൂറിൽ കുറഞ്ഞത് 20,000 ടിക്കറ്റുകൾ വിറ്റുപോകുന്നുണ്ട്. 100-150 കോടിയൊക്കെ കളക്ഷൻ നേടിയെന്നാണ് പറയുന്നത്. ഇത്രയധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇനി സിനിമ എന്തിനു വെട്ടണമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. കണ്ടവരുടെ മനസ്സിൽ നിന്ന് എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ സീനുകൾ വെട്ടിക്കളയുക? ഇപ്പോൾ സിനിമ കാണാത്തവർക്ക് പോലും ഈ സിനിമയിലെ വില്ലന്റെ പേര് ബജ്രംഗി ആണെന്നറിയാം. അറിയാത്തവർ അത് ആരാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് മോഹൻലാൽ ഈ സിനിമയുടെ കഥ അറിഞ്ഞില്ല എന്നുള്ള പ്രചാരണമാണ്. മോളിവുഡിലെ ദ ബിഗ് എം, ഇത്രയും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മോഹൻലാൽ കഥ അറിയാതെ ഒരു സിനിമയിൽ അഭിനയിച്ചുവെന്ന് നിങ്ങൾ ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നത്? ശ്രീ ആന്റണി പെരുമാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേട്ടനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. എന്റെ മനസ്സിൽ ഒരു 50% വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന്. പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ, ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീളം, എന്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ്. ഒരു 6 മണിക്കൂറോളം എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത്. ആ ഒരു 6 മണിക്കൂർ ദൈർഘ്യമുള്ള നറേഷൻ കേട്ട 2 വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമാറുമാണ്. അപ്പൊ ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി മോനെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയാണ് ഈ സിനിമ ഓണാകുന്നത്. 6 മണിക്കൂർ ദൈർഘ്യമുള്ള ആ കഥ കേട്ടു. എന്നിട്ട് മോഹൻലാൽ ശരി മോനെ എന്ന് പറഞ്ഞു. ശരി, മോഹൻലാൽ കഥ കേട്ടു. പക്ഷെ റിലീസിന് മുൻപ് മോഹൻലാലിനെ സിനിമ കാണിച്ചില്ല എന്നും നമ്മൾ കേട്ടു. അതാണോ സത്യം? Coming to Empuran, like Priti said, we had a lot of obstacles. ഞങ്ങൾക്ക് ഒരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഓൾ വിത്തിൻ us. അത് പറയേണ്ട കാര്യമില്ല. അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിൽ 100% അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ്, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. സിനിമ കണ്ടുവെന്ന മോഹൻലാൽ തന്നെ സമ്മതിക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടു. ഈ മോഹൻലാൽ പൂർണ്ണമായും സിനിമ കണ്ടിട്ടല്ല ആ സിനിമ റിലീസ് ചെയ്തതെന്ന് നമ്മളോട്, മലയാളികളോട് ആദ്യം പറഞ്ഞത് മേജർ രവിയാണ്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല. കഥ ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. പലയിടത്തും പല സിസ്റ്റമാണ്. അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു എന്നുള്ളത് പറയുന്നു. മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹി ഡിഡ്. അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ലെന്നുള്ളത്. ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട്. അപ്പൊ സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത്. നമുക്കിനി കുറച്ചൊന്ന് റിവൈൻഡ് ചെയ്യാം. സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ മേജർ രവി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ഉറപ്പാണ്.
അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ സാധനം അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ഒരു സംശയം. എമ്പുരാൻ വൺ അപ്പ്, അതാണ് പറഞ്ഞത്, വൺ അപ്പ് എന്നുള്ളത്. ലൂസിഫർ വാസ് ഡിഫറെൻറ്റ്, ബട്ട് ഇത് വേറൊരു ഫുൾ ലോകം കറക്കിയിട്ടുള്ളൊരു സിനിമയായിട്ടുള്ളതിൻ്റെ ഒരു വേൾഡ് ക്ലാസ് ഫിലിം. ഹാപ്പി, വെരി ഹാപ്പി.